അന്താരാഷ്ട്ര ടി20യിൽ തുടർച്ചയായ 2 കളികളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സഞ്ജു സാംസൺ സ്വന്തമാക്കിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. എന്നാൽ തുടർച്ചയായി 2 തവണ ഡെക്കാകുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ 2ാം ടി20യിലും 3ാം ടി20യിലും 0-ന് പുറത്തായി ആരാധകരെ ഒന്നടങ്കം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് താരം. സെഞ്ചുറിയനിൽ നടന്ന 3ാം ടി20യിൽ 2 പന്ത് നേരിട്ടാണ് സഞ്ജു 0-ൽ പുറത്തായത്. ഈ കളിയിൽ ഡെക്കായതോടെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു വമ്പൻ നാണക്കേടും സഞ്ജുവിന് സ്വന്തമായി. ഈ വർഷം അന്താരാഷ്ട്ര ടി20യിൽ സഞ്ജുവിന്റെ 5ാമത്തെ ഡെക്കായിരുന്നു സെഞ്ചുറിയനിലേത്. ഇതോടെ അന്താരാഷ്ട്ര ടി20യിൽ ഒരു കലണ്ടർ വർഷത്തിൽ 5 തവണ 0-ന് പുറത്താകുന്ന ആദ്യ ഇന്ത്യൻ താരമായി സഞ്ജു മാറി. 2ാം ടി20യിൽ ഡെക്കായപ്പോൾ ഒരു വർഷം ഏറ്റവും കൂടുതൽ തവണ 0-ന് പുറത്താകുന്ന ഇന്ത്യൻ ബാറ്റർ എന്ന നാണക്കേട് സഞ്ജുവിന് സ്വന്തമായിരുന്നു. അന്താരാഷ്ട്ര ടി20യിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടിയതിനു ശേഷം തുടർച്ചയായി 2 കളികളിൽ 0-ന് പുറത്താകുന്ന ആദ്യ താരമെന്ന നാണക്കേടും സഞ്ജുവിന്റെ പേരിലായി. എന്നാൽ ഈ 2 പരാജയങ്ങളുടെ പേരിൽ സഞ്ജുവിനെ ഇന്ത്യ ടീമിൽ നിന്ന് ഒഴിവാക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ ദുലീപ് ട്രോഫി മത്സരങ്ങൾക്കിടെ സഞ്ജുവിനോട് സംസാരിച്ച ഇന്ത്യൻ ടി20 ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എന്ത് സംഭവിച്ചാലും അടുത്ത 7 കളികളിൽ ഇന്ത്യയുടെ ഓപ്പണർ സഞ്ജു ആയിരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ബംഗ്ലാദേശിനും ദക്ഷിണാഫ്രിക്കയ്ക്കും എതിരായ 7 മത്സരങ്ങളാണ് സ്കൈ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ അടുത്ത കളിയും സഞ്ജു ഇന്ത്യയുടെ ഓപ്പണറായി കളിക്കാനുണ്ടാകും എന്നുറപ്പ്. അതായത് പ്ലേയിങ് 11-ൽ നിന്ന് താരത്തെ പുറത്താക്കുമോ എന്ന പേടി വേണ്ടെന്ന് ചുരുക്കം. ഈ 2 ഡെക്കുകൾ ഒഴിച്ചു നിർത്തിയാൽ മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കഴിഞ്ഞ പരമ്പര മുതൽ സഞ്ജുവിൻ്റേത്. ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ ടി20 പരമ്പരയിലെ അവസാന കളിയിലും ഒരു മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെക്കാനായാൽ ടി20 സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പിക്കാനും സഞ്ജുവിന് സാധിക്കും. മാത്രവുമല്ല, മറ്റൊരു നാണക്കേടും സഞ്ജുവിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞു. സെഞ്ചുറിയൻ ടി20യിലെ ഡെക്ക് സഞ്ജുവിന്റെ അന്താരാഷ്ട്ര ടി20 കരിയറിലെ 6ാമത്തെ ഡെക്കായിരുന്നു. ഇതോടെ KL രാഹുലിനെ മറികടന്ന് അന്താരാഷ്ട്ര ടി20യിൽ ഏറ്റവും കൂടുതൽ തവണ 0-ന് പുറത്താകുന്ന ഇന്ത്യൻ താരങ്ങളിൽ 3ാമനായി സഞ്ജു മാറി. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ഇക്കാര്യത്തിൽ സഞ്ജുവിന് മുന്നിലുള്ളത്. അന്താരാഷ്ട്ര ടി20യിൽ ഏറ്റവും കൂടുതൽ തവണ 0-ന് പുറത്താകുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും സഞ്ജു തന്നെയാണ്. അതേസമയം അവസാന ഓവർ വരെ ആവേശം നീണ്ടുനിന്ന മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ദക്ഷിണാഫ്രിക്കയെ 11 റൺസിന് വീഴ്ത്തിയ ടീം ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 219 എന്ന കൂറ്റൻ സ്കോർ നേടി. 3ാം കളിയിലും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് ഓപ്പണർ സഞ്ജു സാംസണിന്റെ വിക്കറ്റ് തുടക്കം തന്നെ നഷ്ടമായിരുന്നു. 2 പന്തുകൾ നേരിട്ട മലയാളി താരം 0-ന് പുറത്താകുകയായിരുന്നു. എന്നാൽ അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ചേർന്ന് ഇന്ത്യക്ക് മികച്ച തുടക്കം സമ്മാനിച്ചു. ഫോമിലേക്ക് മടങ്ങിയെത്തിയ അഭിഷേക് ശർമ്മ 25 പന്തിൽ 50 റൺസ് നേടി പുറത്താകുമ്പോൾ 8.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസായിരുന്നു ഇന്ത്യക്ക്. 1 റൺസ് എടുത്ത ക്യാപ്റ്റൻ സ്കൈയുടെ വിക്കറ്റ് ഇന്ത്യക്ക് പെട്ടെന്ന് നഷ്ടമായി. എന്നാൽ തിലക് വർമ്മ ഒരറ്റത്ത് വെടിക്കെട്ട് തുടർന്നു. 56 പന്തിൽ 107 റൺസ് നേടിയ തിലകിന്റെ ഇന്നിംഗ്സാണ് ഇന്ത്യൻ സ്കോർ 200 കടക്കുന്നതിൽ പ്രധാനമായത്. 8 ബൗണ്ടറികളും 7 സിക്സറുകളും അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു. 6 പന്തുകളിൽ 15 റൺസ് എടുത്ത അരങ്ങേറ്റ താരം രൺദീപ് സിംഗിന്റെ പ്രകടനവും ഇന്ത്യക്ക് കരുത്തായി. ഇനി 4ാമത്തെയും അവസാനത്തെയും മാച്ചിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. സഞ്ജുവിന്റെ കിടിലൻ തിരിച്ചുവരവ് തന്നെയാണ് ആരാധകർ ആ കളിക്കളത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നതും.